കാർലോ അക്യൂത്തിസിനെ മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ചടങ്ങുകൾ തുടങ്ങിയിരിക്കുന്നു. മാർപ്പാപ്പയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. കാർലോ അക്യൂത്തിസിന്റെ പേരിലുള്ള എറണാകുളം പള്ളിക്കരയിലെ പള്ളിയും വിശ്വാസി സമൂഹത്തിനു വേണ്ടി ഇന്ന് സമർപ്പിക്കുകയാണ്. പി ജെയിംസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അതുപോലെ അമൽ സുരേന്ദ്രൻ പള്ളിക്കര പള്ളിയിൽ നിന്നുള്ള വിവരങ്ങളും പങ്കുവയ്ക്കും. ആദ്യം പി ജെയിംസിലേക്കാണ്. പി ജെയിംസ്, ഈ ഇന്റർനെറ്റിന്റെ സാധ്യതകൾ, സമൂഹ മാധ്യമങ്ങളുടെ സാധ്യതകൾ, അതൊക്കെ വിശ്വാസ പ്രചാരണത്തിനായി ഉപയോഗിച്ച ഒരു കൗമാരക്കാരൻ വിശുദ്ധ പദവിയിലേക്ക് എത്തുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ദൈവത്തിൻ്റെ ഇൻഫ്ലുവൻസർ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു കൗമാരക്കാരൻ ഈ പദവിയിലേക്ക് എത്തുന്നു. എന്താണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? വത്തിക്കാനിലെ ചടങ്ങുകൾ എങ്ങനെയാണ് പി ജെയിംസ്? റീജിത്തെ, ഞാൻ വത്തിക്കാനിൽ ഏപ്രിലിൽ പോയ സമയത്ത്, പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അതിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ ശേഷം ഞാൻ റോമിൽ നിന്ന് 250 കിലോമീറ്റർ ദൂരെയുള്ള അസീസിയിലെ കുന്നുകളിൽ, അവിടെയാണ് കാർലോസ് അക്യൂറ്റസിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തു പറയാൻ പറ്റില്ല. അത് നമുക്ക് കാണാം ഗ്ലാസിലൂടെ. അവിടെ ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. പി ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളും സൈബർ ലോകവും അതിനെ ഈ വിശ്വാസ പ്രചാരണത്തിനായി ഉപയോഗപ്പെടുത്തിയ ഒരു കൗമാരക്കാരൻ വിശുദ്ധ പദവിയിലേക്ക് എത്തുകയാണ്. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ മില്ലേനിയനാണ് കാർലോ അക്യൂത്തിസ് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. 2006 15-ാം വയസ്സിൽ രക്താർബുദം ബാധിച്ച് മരിച്ച കാർലോ അക്യൂത്തിസ് അനൗപചാരികമായി ഈ ദൈവത്തിൻ്റെ ഇൻഫ്ലുവൻസർ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. മില്ലേനിയൻ കാലത്ത്, അതായത് 1981 മുതൽ 96 വരെയുള്ള കാലത്ത് ജനിച്ചിട്ടുള്ള ആദ്യ വിശുദ്ധൻ എന്നുള്ള പ്രത്യേകത കൂടി ഈ കൗമാരക്കാരന് വരികയാണ്, കാർലോ അക്യൂത്തിസിന് വരികയാണ്. പി ജെയിംസ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. പി ജെയിംസിലേക്ക് എത്താം. ഇപ്പോൾ അമൽ സുരേന്ദ്രൻ പള്ളിക്കര പള്ളിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഈ വിശ്വാസം പ്രചരിപ്പിക്കാൻ സാങ്കേതിക വൈദഗ്ധ്യം ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ വിശുദ്ധ പദവിയിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. എന്താണ് പള്ളിക്കര പള്ളിയിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? അവിടെ വിപുലമായ ചടങ്ങുകൾ വൈകിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ അമൽ? കാർലോസ് അത്തിക്കസിന്റെ വിശുദ്ധ പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തുന്ന പ്രഖ്യാപനം അല്പസമയത്തിനുള്ളിൽ വരാനിരിക്കുകയാണ്. ലോകത്തിൽ തന്നെ ആദ്യത്തെ, അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള, അദ്ദേഹത്തിന്റെ പേരിലുള്ള ആദ്യത്തെ പള്ളി ഇങ്ങ് കേരളത്തിൽ പള്ളിക്കരയിൽ, കാക്കനാടിനടുത്തുള്ള പള്ളിക്കരയിൽ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം ഇന്ന് നടക്കാനിരിക്കുകയാണ്. ഇന്ന് വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലിത്ത ഇവിടെ എത്തി ആശീർവാദ കർമ്മങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പള്ളി വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുക. ഏതായാലും ആ ചടങ്ങിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് വിശ്വാസികൾ. ഇവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, കാർലോസ് അത്തിക്കസ്, അദ്ദേഹത്തെ ഈ ഒരു യുഗത്തിന്റെ തന്നെ വിശുദ്ധൻ, അല്ലെങ്കിൽ ഗോഡിന്റെ സ്വന്തം, ദൈവത്തിന്റെ സ്വന്തം വിശുദ്ധൻ, ഇൻഫ്ലുവൻസർ, ഗോഡിന്റെ സ്വന്തം ഇൻഫ്ലുവൻസർ എന്ന രീതിയിലെല്ലാം പോപ്പിന്റെ ഭാഗത്തു നിന്ന് അടക്കം, അല്ലെങ്കിൽ വത്തിക്കാന്റെ ഭാഗത്തു നിന്ന് അടക്കം പ്രഖ്യാപനങ്ങൾ വന്നിട്ടുള്ളതാണ്. നേരത്തെ മുൻപ് മാർപ്പാപ്പയായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു വിശുദ്ധ പദവിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ദേഹവിയോഗം ഉണ്ടാവുകയും പിന്നീട് ലൂയി 16 മാർപ്പാപ്പ വരികയും അദ്ദേഹം ഇപ്പോൾ ഇദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുകയുമാണ്. നമുക്കറിയാവുന്നതാണ്, ഇദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അസീസിയിൽ ചില്ലുകൂട്ടിൽ ഇപ്പോഴും വെച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ആ ചടങ്ങ് കാണാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ തന്നെ വത്തിക്കാനിൽ എത്തിയിട്ടുണ്ട്. ഒരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അതിന് സാക്ഷികളായി അവരുണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ സിസ്റ്റേഴ്സ് എല്ലാം ഈ അൾത്താരയ്ക്ക് മുൻപിലായി പൂക്കളെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സിസ്റ്റേഴ്സ്, ഒരു പ്രതികരണം. ഇപ്പോൾ ഈ ഒരു നാടിനാകെ തന്നെ ഏറെ പ്രതീക്ഷയോടുകൂടി, അല്പസമയത്തിന് മുമ്പ് തന്നെ നമ്മൾ ആളുകളുമായി സംസാരിച്ചിരുന്നു. അവരെല്ലാം പറയുന്നത് വളരെ പ്രതീക്ഷയോടും ആഹ്ലാദത്തോടും കൂടിയാണ് ഈ ഒരു അവസരത്തെ അവർ കാണുന്നത്. ഇന്നു മുതലാണ് ഈ പള്ളിയിൽ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ കൊച്ചുനാട്ടിൽ ഇങ്ങനൊരു പള്ളി വരികയാണ്. അല്പസമയത്തിനുള്ളിൽ മെത്രാപ്പോലിത്ത ഇവിടെ എത്തും. എന്താണ് ഈ നാട്ടുകാരൻ എന്ന നിലയിൽ എന്താണ് തോന്നുന്നത്? ആദ്യമായിട്ട് വരുന്ന ഒരു പള്ളിയാണ്. പിന്നെ പുണ്യാളുടെ പേരിൽ ഇന്ന് പുണ്യാളിനെ പ്രഖ്യാപിക്കുന്നു. ആ സമയത്ത് തന്നെ ഒരു വെഞ്ചരിപ്പ് നടത്തുന്ന ഒരു പള്ളിയാണ് ഇത്. ഇന്ന് തന്നെ ഈ ഒരു പള്ളിയുടെ പ്രവർത്തനം, ഈ പ്രഖ്യാപനം വരുന്ന ഇന്ന് തന്നെ ഈ പള്ളിയുടെ പ്രവർത്തനം നടത്തണമെന്ന് വരാപ്പുഴ അതിരൂപതയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അവർ ഇതിന്റെ ഒരുക്കങ്ങളെല്ലാം നടത്തി വരികയായിരുന്നു. കഴിഞ്ഞ ഏപ്രിലാണ് ഈ ഒരു പള്ളിയുടെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം നടക്കുന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് കാർലോസ് അത്തിക്കസിന്റെ ഒരു രൂപമാണ് ഇവിടെ കാണുന്ന ഈ രൂപക്കൂട്ടിനുള്ളിലുള്ളത്. അദ്ദേഹത്തിന്റെ സോക്കർ കളിക്കുന്ന ഒരു വൈദഗ്ധ്യമുള്ള ആളായിരുന്നു. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ വളരെ പ്രാഗൽഭ്യമുണ്ടായിരുന്ന ആളാണ്. വളരെ ചെറിയ
ചെറിയ പ്രായത്തിൽ തന്നെ കോഡിംഗ് പഠിച്ചെടുത്തു. 12ാമത്തെ വയസ്സിൽ മറ്റുമാണ് അദ്ദേഹം കോഡിംഗ് പഠിച്ചെടുക്കുകയും പിന്നീട് ആ കമ്പ്യൂട്ടർ വൈദഗ്ധ്യം വെച്ചുകൊണ്ട് തൻ്റെ അസീസിയിലുള്ള തൻ്റെ ഇടവകയ്ക്ക് വേണ്ടി ഒരു വെബ്സൈറ്റ് ഒരുക്കുകയും ആ വെബ്സൈറ്റിൽ നിരവധിയായിട്ടുള്ള അത്ഭുത പ്രവർത്തനങ്ങളുടെയും അല്ലെങ്കിൽ വിശ്വാസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം പ്രസിദ്ധീകരിക്കുകയും ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ അവിടെ ആ വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കുകയും ഒക്കെയാണ് അദ്ദേഹം ചെയ്തത്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രാവീണ്യം, സാങ്കേതിക വിദ്യയിലുള്ള ഈ പ്രാവീണ്യം ലോകം വ്യാപകമായിട്ട് ഈ ഒരു വിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. പിന്നീട് 15ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് രക്താർബുദം ബാധിക്കുകയും അദ്ദേഹം ലോകത്തോട് വിട പറയുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലണ്ടനിലാണ് കാർലോ അക്യൂത്തിസ് ജനിക്കുന്നത്. വളരുന്നത് മിലാനിലാണ്. 11ാം വയസ്സിൽ, നേരത്തെ അമൽ സൂചിപ്പിച്ചതുപോലെ 11ാം വയസ്സിൽ അസീസിയിലെ സ്വന്തം ഇടവകയ്ക്ക് വെബ്സൈറ്റ് ആരംഭിച്ചുകൊണ്ടാണ് ഈ വിശ്വാസ പ്രചാരണത്തിന് ആ കൗമാരക്കാരൻ തുടക്കമിടുന്നത്. വിശുദ്ധരെ പ്രഖ്യാപിക്കുന്നതിന് സഭ അംഗീകരിച്ച അത്ഭുതങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തി ശ്രദ്ധേയനായി. അത്ഭുതങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സമിതി അംഗീകരിച്ചതോടെ വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തുന്നതിന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമിതി അന്ന് അംഗീകാരം നൽകുകയായിരുന്നു. വിശ്വാസവും സൈബർ ലോകവും സമർത്ഥമായി സംയോജിപ്പിച്ച് വിശ്വാസ പ്രചാരണത്തിൽ പുതിയ പാത തുറന്നു എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ പോകുന്നത്. ഒരു ന്യൂജൻ വിശുദ്ധനായി മാറുന്ന കാഴ്ച നമുക്ക് അല്പസമയത്തിനകം തന്നെ കാണാൻ കഴിയും. അമൽ സുരേന്ദ്രനും പി ജെയിംസും വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.